ഞങ്ങളുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വിഷ്ണു എൻ്റെ അടുത്ത് പറയുന്നത്, അളിയ വീട്ടിലായിരുന്നപ്പോൾ ലാസ്റ്റ് നോൺ വെജ് കഴിച്ചതാ, നോൺ വെജ് കഴിക്കാൻ നല്ല ടെംപ്റ്റിംഗ് ഉണ്ട്, നമുക്കിന്ന് വെളിയിൽ നിന്ന് കഴിച്ചാലോ എന്ന്. അവൻ അങ്ങനെ പറഞ്ഞപ്പം എന്റെ കയ്യിൽ നിന്നും പോയി കേട്ടോ. എന്തായാലും നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് സ്വന്തമായിട്ട് കുക്ക് ചെയ്തിട്ടല്ലേ, നിനക്ക് നോൺ വെജ് ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ മേടിച്ചു. ഹിമാചലിലെ മിക്ക കടകളിൽ നമുക്ക് ഈ 1/2 കിലോ ആയിട്ടൊക്കെ ചിക്കൻ മേടിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാടിന്റെ സൈഡിലുള്ള ഒരു നദിക്കരയിൽ പോയിട്ട് ഞങ്ങളുടെ സ്റ്റൗ എല്ലാം സെറ്റ് ചെയ്ത് ആദ്യം തന്നെ ഞങ്ങൾക്ക് വേണ്ട ചോറ് വേവിച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ചിക്കന്റെ ഓരോ പീസും എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി നദിയിൽ ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വന്നു. കറി വെക്കാനായിട്ട് ഞങ്ങൾ ഒരു 2 സവോളയും ഒരു 2 തക്കാളി ഇച്ചിരി മല്ലിയിലയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കഴുകി സവോളയും തക്കാളിയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ കഴുകി വെച്ച ചിക്കനകത്തോട്ട് കുറച്ച് ഗരം മസാലയും മീറ്റ് മസാലയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് മാറ്റി വെച്ചു. ആ ഗ്യാപ്പിൽ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തു. ഇനി നമുക്ക് ഈ പാത്രം വേണ്ടോണ്ട് തിരുമ്മി വെച്ച ചിക്കൻ നല്ലൊരു വൃത്തിയുള്ള പാറക്കല്ലിലേക്ക് നന്നായിട്ട് അടുക്കി വെച്ചു. അതേലിരുന്ന് മസാല പിടിക്കട്ടെ. എന്നിട്ട് ആ പാനിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് സവോളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴട്ടിയെടുത്തു. സ്റ്റൗവിന്റെ ചൂടടിച്ചിട്ട് എന്റെ കയ്യിലെ കുറച്ച് രോമവും കരിഞ്ഞു പോയി കേട്ടോ. സവോള എല്ലാം വഴന്നു വന്നപ്പോൾ നമ്മൾ മുന്നേ ചിക്കൻ ഇട്ട് അതേ മസാലകളെല്ലാം ഇതിനകത്തോട്ടിട്ട് പൊടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. പൊടിയുടെ പച്ചമണം ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ പീസ് എല്ലാം എടുത്ത് പതിയെ ഇതിനകത്തോട്ടിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് മൂടി വെക്കുന്നതിന് മുന്നായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് എടുത്ത് കുറച്ച് ആപ്രിക്കോട്ട് പഴം കൂടി കറിക്കകത്തോട്ട് ഇട്ടു കേട്ടോ. ചുമ്മാ ഒരു ആഗ്രഹം തോന്നിയിട്ടാണ്. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വന്ന് മൂടി പൊക്കി നോക്കിയപ്പം കറി നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഞങ്ങൾ ചോറും ചിക്കൻ കറിയും തൂട്ടി നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചു. ഞാൻ വെച്ച കറിക്ക് ഭയങ്കര രുചിയുണ്ടായിരുന്നു.